നമ്മളിന്ന് പറയാൻ പോകുന്നത് ഐഡിയലിസം ആണ്. ഐഡിയലിസം is an important theory in international politics. It presents a picture of a future international society free from power politics, immorality and violence. ഐഡിയലിസം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ വയലൻസും ഇമ്മൊറാലിറ്റിയും ഒന്നുമില്ലാതെ, പവറൊന്നുമില്ലാതെ വളരെ നല്ലതുപോലെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഫോം ചെയ്ത ഒരു തിയറിയാണ്. അതാണ് പിക്ചർ ഓഫ് എ ഫ്യൂച്ചർ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫ്രീ ഫ്രം പവർ പൊളിറ്റിക്സ്, ഇമ്മൊറാലിറ്റി ആൻഡ് വയലൻസ്. It aims at bringing about a better world with the help of education and international organization. എഡ്യൂക്കേഷൻ്റെ ഒപ്പം വേറെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും വേണ്ടി ഉള്ള സംഘടനകൾ, ഇവ രണ്ടും കൊണ്ട് ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാം എന്ന ധാരണയിലാണ് ഐഡിയലിസം എന്ന തിയറി ഉടലെടുക്കുന്നത്. അതിന് എവിടെയൊക്കെ ഐഡിയലിസം ഉണ്ടായിരുന്നു, വേർ ഇറ്റ് ക്യാൻ സീ ഇറ്റ്സ് പെയിൻ ഇക്കോസ് ക്യാൻ ബി സീൻ. എവിടെയൊക്കെ കാണാം? ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷനിലും അമേരിക്കൻ വാറിലും അതിൻ്റെ പരാമർശങ്ങളുണ്ട്. The most important persons associated with this approach are Condorcet, Woodrow Wilson, Rousseau, Kant, Kellogg, Bryant, etc. Condorcet, Woodrow Wilson, Rousseau, Kant, Kellogg, Bryant. These are the persons associated with this idealist approach. In 1795, Condorcet, an eminent idealist, wrote a treatise or wrote a book which contains everything considered as the essential basis of idealism. 1795, Condorcet wrote a book that contains the very basis of idealism. We already know about Jean-Jacques Rousseau. Jean-Jacques Rousseau, in his work Fragments of War, also expressed his views on idealism. ഐഡിയലിസത്തെ പറ്റി റൂസോയും തൻ്റെ ബുക്കായ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് വാറിൽ പറഞ്ഞിട്ടുണ്ട്. ഐഡിയലിസം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വാറൊന്നുമില്ലാതെ എല്ലാ രാജ്യങ്ങളും യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കുക എന്നുള്ള, അതിനെപ്പറ്റി പല തിങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാൻറ്റും പറഞ്ഞിട്ടുണ്ട്. കാൻറ്റ് അദ്ദേഹത്തിൻ്റെ ബുക്കായ പെർപെക്ച്വൽ പീസിലാണ് അത് പറയുന്നത്. Kant in his work Perpetual Peace suggests that no independently existing state should be acquired by another state through inheritance, exchange or gift. ഒരു സ്റ്റേറ്റിനെയും മറ്റൊരു സ്റ്റേറ്റ് സമ്മാനമായിട്ടോ പാരമ്പര്യമായിട്ടോ ഒന്നും കൈമാറാൻ പാടില്ല. Kant in his work Perpetual Peace suggests that no independently existing state should be acquired by another state through inheritance, exchange or gift. മറ്റൊരു പോയിൻറ്റും കൂടെ പറയുന്നുണ്ട്. നോ സ്റ്റേറ്റ് വുഡ് ബി ഇൻ്റർഫിയർ ഇൻ ദ ഇൻറ്റേർണൽ മാറ്റേഴ്സ് ഓഫ് ദ അനദർ സ്റ്റേറ്റ്. കാൻറ്റ് പറയുന്നതാണ് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്, നമുക്കറിയാമല്ലോ സ്റ്റേറ്റ് നേഷനൊക്കെ സിനോണിമസ് ടേംസ് ആണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ. നോ സ്റ്റേറ്റ് വുഡ് ബി ഇൻ്റർഫിയർ ഇൻ ദ ഇൻറ്റേർണൽ മാറ്റേഴ്സ് ഓഫ് അനദർ സ്റ്റേറ്റ്. മറ്റൊരു രാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ മാറ്റേഴ്സിലേക്ക് ഒരു രാജ്യവും കൈകടത്താൻ പാടില്ല. ഇനി the greatest advocate of idealist approach is none other than Woodrow Wilson. He is the president of USA at that time, and he explained the theory of idealism through the Treaty of Versailles. Versailles ട്രീറ്റിയിലൂടെയാണ് അദ്ദേഹം ഐഡിയലിസം തിയറി കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. He also made a strong demand for world peace and international organization. വേൾഡ് പീസിനും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും വേണ്ടി വളരെയധികം സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വൂഡ്രോ വിൽസൺ. ഈ ഐഡിയലിസ്റ്റുകളെ പൊതുവായി റെയിൻഹോൾഡ് നെയ്ബർ എന്ന തിങ്കർ വിളിച്ച ഒരു പേരുണ്ട്. ഐഡിയലിസം ഈസ് കൺസിഡേർഡ് ആസ് എ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്നസ് ബൈ റെയിൻഹോൾഡ് നെയ്ബർ. അപ്പം ഗ്രേറ്റസ്റ്റ് അഡ്വക്കേറ്റ് പ്രസിഡൻറ്റ് വൂഡ്രോ വിൽസൺ ആണ്. He gave a concrete shape to idealism through the Treaty of Versailles. He also made a strong demand for world peace and international organization. Idealism, this is considered as the children of lightness by Reinhold Niebuhr. ഐഡിയലിസ്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ they believed in progress of the society. പ്രോഗ്രസ് ഓഫ് ദ സൊസൈറ്റിയിൽ ബിലീവ് ചെയ്യുന്നവരാണ്. അക്കോർഡിംഗ് ടു ദം human nature is basically good.
ഹ്യൂമൻ നേച്ചർ ചീത്തയല്ല, ഇറ്റ് ഈസ് ബേസിക്കലി ഗുഡ് ആൻഡ് പീപ്പിൾ ക്യാൻ ഇംപ്രൂവ് ആൻഡ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ലീഡ് ടു പ്രോഗ്രസ് ഇൻ ദ സൊസൈറ്റി. അതാണ് ബേസിക് പ്രപ്പോർഷൻ. ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് പ്രോഗ്രസ്. ഹ്യൂമൻ നേച്ചർ ഈസ് ഗുഡ് ആൻഡ് they can improve through education and moral and material condition which ultimately lead to progress in society. And bad human behavior which is responsible for injustice and war is actually the result of corrupt social institutions. എന്നാൽ ചീത്തയായ മനുഷ്യരുടെ സ്വഭാവമാണ് യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഈ ലോകത്തെ നയിക്കുന്നത്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ഹ്യൂമൻ ബീങ്സ് അല്ല, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. അതാണ് ചീത്തയായ മോശമായ സാഹചര്യങ്ങൾ. കറപ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സുമാണ് എന്തുണ്ടാക്കുന്നത്, വാർ ക്രിയേറ്റ് ചെയ്തത്. നോട്ട് ഡ്യൂ ടു ദ ബാഡ് ഹ്യൂമൻ ബിഹേവിയർ ഓഫ് പേഴ്സൺസ്. ഐഡിയലിസ്റ്റിൻ്റെ മറ്റൊരു ബിലീഫ് എന്ന് പറയുന്നത് വാർ ക്യാൻ ബി എലിമിനേറ്റഡ്. യുദ്ധത്തെ ഒഴിവാക്കാൻ സാധിക്കും. വാർ ക്യാൻ ബി എലിമിനേറ്റഡ് ഓർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. അവർ ഹ്യൂമൻ ബീങ്സിൻ്റെ ഗുഡ്നെസ്സിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് റെയിൻഹോൾഡ് നെയ്ബർ അവരെ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്നസ് എന്ന് വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, ബാഡ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഡ്യൂ ടു കറപ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് വാർ ക്യാൻ ബി മോഡറേറ്റഡ് ഓർ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. ഇതിൻ്റെ ഒറിജിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലിബറാലിസം പഠിച്ചതുപോലെയാണ്. ലിബറാലിസവും ഇതിൻ്റെ ഒറിജിൻ ഒരു കാരണമാണ്. ഹ്യൂമൻ ബീങ് വളരെ ഗുഡാണെന്നാണ് നമ്മൾ ലിബറൽ ഐഡിയയിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലിബറാലിസം ഇതിൻ്റെ ഒരു ഒറിജിൻ്റെ ഒരു റീസണാണ്. പിന്നെ 18th സെഞ്ച്വറി എൻലൈറ്റ്മെൻറ്റ് ഒരു റീസണാണ്. 19th സെഞ്ച്വറി ലിബറാലിസം. പിന്നെ 20th സെഞ്ച്വറിയുടെ വിൽസോണിയൻ ഐഡിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വുഡ്രോ വിൽസൻ്റെ അദ്ദേഹത്തിൻ്റെ തിയറി. ഈ എൻലൈറ്റ്മെൻറ്റ് തൊട്ടേ ഉള്ള ഒരു ബിലീഫാണ് മാൻ ഈസ് എ റാഷണൽ ഹ്യൂമൻ ബീങ് ആൻഡ് ഹീ നോ വാട്ട് ഈസ് ഗുഡ് ഫോർ ഹിം. അത് തന്നെയല്ലേ ലിബറാലിസവും പറയുന്നത്, അത് തന്നെയാണ് ഐഡിയലിസവും പറയുന്നത്. മാൻ ഈസ് എ റാഷണൽ ബീങ്, ഹീ നോ വാട്ട് ഈസ് ഗുഡ് ഫോർ ഹിം. അതിന് ലിബറാലിസത്തിൽ ഐഡിയലിസത്തെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ റൂസോയുടെ പേര്, കോണ്ടോസെറ്റ്, കാൻറ്റ് ഒത്തിരി പേര് പറഞ്ഞു. അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂവും പറയുന്നത് ഹ്യൂമൻ നേച്ചർ ഈസ് നോട്ട് ഫോൾട്ടി ബട്ട് പ്രോബ്ലം എറൈസ് ആസ് മാൻ എൻറ്റേഴ്സ് സിവിൽ സൊസൈറ്റി ആൻഡ് ഫോംസ് എ സെപ്പറേറ്റ് നേഷൻ. ഹ്യൂമൻ നേച്ചറിന് ഒരു പ്രോബ്ലവും ഇല്ല. എപ്പോഴാണ് പ്രോബ്ലം വരുന്നത്? when man enters civil society and forms a separate nation, then started the problem. അവിടെയും പറയുന്നത്, അദ്ദേഹം പറയുന്നത് വാർ ഇൻഡിവിജ്വലിന് എപ്പോഴും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല. വാർ മോങ്കറിങ് ഈസ് നോട്ട് ഇൻഹറൻറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ but the result of defect in the society which can be removed through education. എഡ്യൂക്കേഷനിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്നാണ് മോണ്ടെസ്ക്യൂ അഭിപ്രായപ്പെട്ടിരുന്നത്. അപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്കറാണ് മോണ്ടെസ്ക്യൂ. ഐഡിയലിസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. നേരത്തെ ഒരു ഫ്രഞ്ച് ഫിലോസഫറെ നമ്മൾ ഐഡിയലിസം സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു, റൂസോ. ബുക്ക് ഓർമ്മയുണ്ടോ? ഫ്രാഗ്മെൻറ്റ്സ് ഓൺ വാർ ആയിരുന്നു. മോണ്ടെസ്ക്യൂവും പറയുന്നത് ഹ്യൂമൻ നേച്ചർ ഈസ് നോട്ട് ഫോൾട്ടി ബട്ട് പ്രോബ്ലം എറൈസ് ആസ് മാൻ എൻറ്റേഴ്സ് സിവിൽ സൊസൈറ്റി ആൻഡ് ഫോംസ് എ സെപ്പറേറ്റ് നേഷൻ. ഇത് എല്ലാവരെക്കാളിലും ഗ്രേറ്റസ്റ്റ് അഡ്വക്കേറ്റ് വുഡ്രോ വിൽസൺ തന്നെയാണ്. ഈ ഓതേർഡ് ദ കവനൻറ്റ് ഓഫ് ദ ലീഗ് ഓഫ് ദ നേഷൻസ്. ദ കോർ ഐഡിയ ഓഫ് ദ കവനൻറ്റ് വാസ് ടു പ്രിവെൻറ്റ് വാർ. വുഡ്രോ വിൽസൺ ആണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ കവനൻറ്റ് തയ്യാറാക്കിയത്. ലീഗ് ഓഫ് നേഷൻസിൻ്റെ കവനൻറ്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഐഡിയലിസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ് മെയിൻ ഐഡിയ ഇസ് ടു പ്രിവെൻറ്റ് വാർ പ്രിവെൻറ്റ് ചെയ്യണം. കളക്റ്റീവ് സെക്യൂരിറ്റി, ഇൻ്റർനാഷണൽ പീസ്, മീഡിയേഷൻ, ആർബിട്രേഷൻ, ഇൻ്റർനാഷണൽ കോഡ്സ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ കവനൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഐഡിയലിസത്തിൻ്റെ ഓരോരോ പ്രിൻസിപ്പിൾസായിട്ടും നമുക്ക് കണക്കാക്കാൻ പറ്റും. കളക്റ്റീവ് സെക്യൂരിറ്റി, കോമൺ സെക്യൂരിറ്റി അമംഗ് നേഷൻസ് ആണ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഇൻ്റർനാഷണൽ ലോ ഉണ്ടായിരിക്കണം, അല്ലേ? രണ്ട് നേഷൻസിനെ ഗവേൺ ചെയ്യുന്ന ലോയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. പിന്നീട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെല്ലാം അത് പരിഹരിക്കാം എന്ന്
യൂസ് ചെയ്യുന്ന തിങ്ങാണ് മീഡിയേഷൻ, ആർബിട്രേഷൻ. മീഡിയേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരാൾ മീഡിയേറ്റർ ആയിട്ട് നിന്ന് സംസാരിക്കുന്നു, ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ തയ്യാറാകുമ്പോൾ അത് ആർബിട്രേഷനിലായിട്ട് മാറും. ഇത്തരം പ്രിൻസിപ്പിൾസ് എല്ലാം ആദ്യം കൊണ്ടുവരുന്നത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ കവനൻറ്റിലാണ്. അത് ഓതർ ചെയ്യുന്നത് വുഡ്രോ വിൽസൺ ആണ്. ഹി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വക്കേറ്റ് ഓഫ് ഐഡിയലിസം. ഇനി ലാസ്റ്റ് വൺ, idealism came under intense scrutiny during the interwar period when the League of Nations proved incapable of maintaining collective security and again after the Second World War. ഐഡിയലിസത്തിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ, പക്ഷേ കൂടുതൽ ക്രിറ്റിസിസം നിങ്ങൾ വായിച്ചെടുക്കണം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഐഡിയലിസത്തെ അംഗീകരിക്കാൻ പറ്റാതെ, ഐഡിയലിസത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ സെനൻസാണ് ഇറ്റ് കെയിം അണ്ടർ ഇൻറ്റൻസ് സ്ക്രൂട്ടനി ഡ്യൂറിങ് ഇൻറ്റർവാർ പീരിയഡ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഐഡിയലിസം. സെക്കൻഡ് വേൾഡ് വാറോട് കൂടി ഐഡിയലിസം കംപ്ലീറ്റ്ലി തന്നെ അതിൻ്റെ ഗ്ലോറി എല്ലാം അതിന് നഷ്ടപ്പെടുന്നുണ്ട്. ബിക്കോസ് ലീഗ് ഓഫ് നേഷൻസ് പ്രൂവ്ഡ് ഇൻകേപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് കളക്റ്റീവ് സെക്യൂരിറ്റി. അത് തന്നെയായിരുന്നു ഐഡിയലിസത്തിനായിട്ടുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. Idealism came under intense scrutiny during the interwar period when the League of Nations proved incapable of maintaining collective security and again after the Second World War. Okay.